ഹലോ അസ്സലാമുഅലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് 1/2 kg ഡോൾ കേക്ക് തയ്യാറാക്കിയെടുക്കാം. സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ 1/2 kg ഡോൾ കേക്ക് എന്ന് പറയുമ്പോൾ ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു ഡോൾ കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാനില ഫ്ലേവറിലാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഡോൾ കേക്കിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദയാണ് ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 1/4 കപ്പ് മൈദയാണ് 1/2 കിലോ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ കോൺഫ്ലവർ എന്തിനാണ് ചേർക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർക്കുക. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇത് 3 തവണ അരിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് കമ്പൈൻ ആവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്തായാലും മസ്റ്റാണ്. നന്നായിട്ട് മിക്സിങ് മസ്റ്റ് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വരുമൊന്നുമില്ല. എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ മിക്സിങ് കറക്റ്റ് ആവണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ട് ഈ മിക്സിങ് കറക്റ്റ് ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് പേടിയുന്നുണ്ടെങ്കിൽ ഒരു 3 തവണ അരിച്ചെടുത്താലും മതി. അപ്പോൾ അതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ആ ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മുട്ടയിലൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല, ബൗളിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് വെള്ളം ഉണ്ടായാലും നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ മുട്ട വീറ്റായിട്ട് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഡ്രൈ ആയിട്ടുള്ള എടുക്കാൻ പറയുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ടയുടെ സ്മെല്ല് വല്ലാണ്ട് കേക്കിൽ വരാതിരിക്കാനാണ്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, പൊടിക്കാത്തതാട്ടോ. പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്ത്, അതുപോലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുകയും വേണം. അതുവരെ ബീറ്റ് ചെയ്യും. പഞ്ചസാര മെൽറ്റ് ആവും. വലിയ തരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ തരി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ കൂടുതൽ നേരം ബീറ്റ് ചെയ്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്റർ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത്. ഇപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയതാണ്, വീഡിയോ ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിന് ഒരു ഇതൊക്കെ മിക്സ് ആവുന്ന രീതിയിൽ മെല്ലെ ഓവറായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ടയുടെ ഫ്ലഫിനെസ് പോയിട്ട് കേക്ക് സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. മിക്സ് ആവുന്ന രീതിയിൽ മെല്ലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡോൾ കേക്കിൻ്റെ 1/2 kg ഡോൾ കേക്കിൻ്റെ മോൾഡിലേക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ടിന്നാണ്. അപ്പോൾ അതൊന്നും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നമ്മുടെ കേക്ക് ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട മെത്തേഡ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ഏത് മോൾഡിലാണോ നമ്മൾ ബേക്ക് ചെയ്യുന്നത് അത് ആദ്യം തന്നെ ഗ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചതായിരുന്നു. അതുപോലെ തന്നെ ഈ കേക്കിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഓവൺ ആണെങ്കിൽ ഓവൺ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അതുപോലെ പാൻ ആണെന്നുണ്ടെങ്കിൽ പാനും പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ഓവണിലാണ് ചെയ്യുന്നത്. അപ്പോൾ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവണിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു 20 മിനിറ്റിൽ 170 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്കായി എടുക്കുക. അപ്പോൾ ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ഇത് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പാനിലാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക. ഏകദേശം 20 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് റെഡിയായി വരും. നമുക്ക് ഈ കേക്ക് തണുത്ത ശേഷം ഇതുപോലെ ഒന്ന് ലെയറാക്കി കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 4 ലെയറായിട്ടാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വേണ്ടിയിട്ട്. അത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
വിപ്പിംഗ് ക്രീം സ്റ്റിഫാക്കുന്നതും ഒക്കെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് എങ്ങനെ സ്റ്റിഫാക്കി എടുക്കാം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം, കേക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ആദ്യം ഇത് വയ്ക്കുക, നല്ല വീതിയുള്ള ലെയർ ഉണ്ടല്ലോ, വലിയ ലെയർ, അത് ആദ്യം വെക്കുക. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചോക്ലേറ്റ് ക്രീമാണെന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ മേലെയുള്ള കോട്ടിങ്ങിൽ ലാസ്റ്റ് ഫ്രോസ്റ്റിങ്ങിലാണ് ചോക്ലേറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതാണ് ആദ്യം തന്നെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് 3-4 ലെയേഴ്സ് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്, അത് ഞാൻ പറയാൻ വിട്ടതാണ്. അപ്പോൾ അതും വേണം. എന്നിട്ട് ഓരോ ലെയർ വെക്കുമ്പോഴും ഇങ്ങനെ സൈഡ് സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പാച്ചുല അല്ലെങ്കിൽ ഐസ് നൈഫോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അങ്ങനെ ലെവലാക്കി കൊടുക്കണം, കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ലെയേഴ്സ് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് മൂന്നാമത്തെയും വെക്കാം. ഇതുപോലെ എല്ലാ പ്രോസസ്സും ചെയ്യാം കേട്ടോ. 3 കഴിഞ്ഞ് 4ാമത്തെ വെക്കുക. ലാസ്റ്റത്തെ ലെയേഴ്സും നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് ക്രം കോട്ടിങ് ചെയ്യാം. ക്രീം വെച്ചിട്ട് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് മറക്കരുത്, നമ്മൾ ഓരോ ലെയർ വെക്കുമ്പോഴും സൈഡൊന്ന് ലെവലാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് ചൂടുണ്ടാകാൻ പാടില്ല കേട്ടോ, ഒന്ന് തണുത്ത ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം. ഞാനൊരു ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മേലെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ക്രം കോട്ടിങ് കഴിഞ്ഞൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു നമ്മുടെ ഈ ഒരു കേക്ക്. അതിനുശേഷം പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ് ഈ ഒരു ക്രീം വെച്ചിട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ സൈഡ് ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫിനിഷിങ് ചെയ്യാൻ സ്ക്രാപ്പറും ഒന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സ്റേ ഷീറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അത് വളച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുമല്ലോ, ആ രീതിയിൽ ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വളച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കാനും ഈസിയാണ്. അപ്പോൾ അങ്ങനെ സ്ക്രാപ്പറൊന്നും ഇല്ലാത്തവർ അതുപോലത്തെ ആ മെത്തേഡ് വഴി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ താഴെയൊക്കെ ഉണ്ടാവുന്ന ഒരു തട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു നോസിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ തട്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2 കളർ എടുത്തിട്ടുണ്ട്, പിങ്കും അതുപോലെ വൈറ്റും. അത് രണ്ടും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ആ 2 കളറും ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് താഴെ 3 ലെയറായിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി മുകളിലേക്കും, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇത് കൊടുക്കുന്നില്ല, വേറെ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുകൾ ഭാഗത്തേക്കും ഈ ഒരു ഡിസൈൻ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടത്, നമ്മുടെ ഈ ഡോൾ കേക്കിൻ്റെ ഡോൾ ഉണ്ടല്ലോ, അത് ഇതിന് സെൻറ്ററിൽ വെക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഈ ഒരു ഡിസൈന് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മേൽഭാഗത്തൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ വലിയ ഒരു സ്റ്റാർ നോസിലെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഡിസൈനിങ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഫ്രോക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതാ എല്ലാ ഭാഗത്തേക്കും ഫ്രോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോൾ കേക്കിൻ്റെ വീഡിയോ ആണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗിവ് അവേ അത് ഉടനെ തന്നെ നമുക്ക് അനൗൺസ് ചെയ്യും. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും എന്താ പറയുക കാത്തിരിക്കുക കേട്ടോ. എല്ലാവരും പ്രതീക്ഷിക്കാത്ത ഒരു ഗിവ് അവേ ഗിഫ്റ്റ് ആയിരിക്കും ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.